പറക്കാനാവാത്ത കുറെ പക്ഷികൾ ഒരു വോൾക്കാനോയുള്ള ദ്വീപിൽ താമസിക്കുന്നു. പെട്ടെന്നൊരു ദിവസം ദ്വീപിൽ ഭൂമികുലുക്കം ഉണ്ടാവുന്നു. നോക്കുമ്പോൾ ആ വോൾക്കാനോ ബ്ലാസ്റ്റ് ആവുന്നു. പക്ഷികളെല്ലാം പല വഴിക്ക് ഓടാൻ തുടങ്ങുന്നു. പക്ഷെ 2 പക്ഷികൾ മാത്രം അവിടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് 4 മുട്ടകളുണ്ട്. അമ്മ പക്ഷി അച്ഛൻ വാ തുറന്ന ടൈമിൽ ഒരു മുട്ട എടുത്ത് വെച്ചു കൊടുക്കുന്നു. ഉടനെ അത് ആ മുട്ടയും കൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. 3 മുട്ടകൾ ഒന്നിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അമ്മ പക്ഷി ഒച്ചയുണ്ടാക്കുന്നു. ഉടനെ അച്ഛൻ മുട്ട തറയിൽ വെച്ചിട്ട് വന്ന് ഒരു മുട്ട അതിന്റെ ചുണ്ടിൽ വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് തിരികെ വന്ന് നോക്കുമ്പോൾ അവിടെ വെച്ച മുട്ട കാണുന്നില്ല. നോക്കുമ്പോൾ ആ മുട്ട വളരെയധികം സ്പീഡിൽ ഉരുണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ ഓടിയെത്തിയപ്പോഴേക്കും ആ മുട്ട ഒരു മരക്കൊമ്പിൽ കുരുങ്ങുന്നു. അപ്പോഴേക്കും അമ്മ 3 മുട്ടയുമായി അവിടേക്ക് വരുന്നു. അച്ഛൻ അതിൽ നിന്ന് ഓരോ മുട്ടയെടുത്ത് മരത്തിലിരിക്കുന്ന മുട്ടയിലേക്ക് എറിയുന്നു. അമ്മ വളരെയധികം സാഹസികമായി ആ മുട്ടയെല്ലാം രക്ഷിക്കുന്നു. അതേസമയം മറ്റെല്ലാ പക്ഷികളും ക്ലിഫിൽ നിന്ന് കടലിലേക്ക് ചാടുന്നു. ഇപ്പോൾ 4 മുട്ടയും മരക്കൊമ്പിലിരിക്കുന്നത് ഇവർ രണ്ടുപേരും നോക്കി നിൽക്കുന്നു. അപ്പോൾ വീണ്ടും ഭൂമി കുലുക്കമുണ്ടായി 2 മുട്ട താഴെ വീഴുന്നു. അമ്മ അത് പിടിക്കുന്നു. ബാക്കിയുള്ള 2 കൂടി വീഴുന്നതിനായി ഈ പക്ഷി തല കൊണ്ട് മരത്തിലിടിക്കുന്നു. എന്നിട്ട് താഴെ വീണ മുട്ട പിടിക്കുന്നു. അപ്പോഴേക്കും അഗ്നിപർവ്വതം ഫുള്ളായി ബ്ലാസ്റ്റ് ആവുന്നു. പേടിച്ച അച്ഛൻ മുട്ട തറയിൽ വെച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. തീ അവരുടെ നേരെ വരുന്നു. ആ പക്ഷി ഓടി ക്ലിഫിൽ വന്ന് നിൽക്കുന്നു. ഒരു തീഗോളം വന്ന് വീണ് അത് ക്ലിഫിൽ നിന്ന് കടലിലേക്ക് തെറിച്ചു വീഴുന്നു. അതിന്റെ തൂവലിന് തീ പിടിക്കുന്നു. ഇവിടെ അമ്മ പക്ഷി 4 മുട്ടയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പാനിക് ആവുന്നു. മുട്ടയും കൊണ്ട് ഓടുന്നതിനിടയിൽ ഒരു തീഗോളം വന്ന് വീണ് തെറിച്ചു വീഴുന്നു. അതേസമയം ഒരു മുട്ട 2 കാലിൽ അമ്മയുടെ മുന്നിലൂടെ ഓടിപ്പോകുന്നു. അമ്മ അത് കണ്ട് ഷോക്കായിരിക്കുമ്പോൾ അഗ്നിപർവ്വതം വീണ്ടും പൊട്ടുന്നു. ആ ശബ്ദം കേട്ട് ബാക്കി 3 മുട്ടയിലും കാലുകൾ പുറത്തു വരുന്നു. പക്ഷെ ആ കുഞ്ഞുങ്ങൾ പേടിച്ച് പല വഴിക്ക് ഓടുന്നു. ഒരു കുഞ്ഞു മാത്രം ക്ലിഫിൽ വന്ന് നിൽക്കുന്നു. ഉടനെ അമ്മ മറ്റു കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ആ കുഞ്ഞിനെയും കൂട്ടി വെള്ളത്തിലേക്ക് ചാടുന്നു. എല്ലാം അവസാനിച്ചപ്പോൾ പക്ഷികളെല്ലാം തിരിച്ചു പോകുന്നു. അവസാനം നോക്കുമ്പോൾ ആ അച്ഛൻ പക്ഷി വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നു.